ഓർക്കിഡ് റോസസിന്റെ നല്ല ബുഷി പ്ലാന്റ്സ് ആണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഓർക്കിഡ് ചെടികളെ പോലെ കുലകുത്തി പൂക്കുന്നത് കൊണ്ടാണ് ഈ ഒരു റോസ് വെറൈറ്റിക്ക് ഓർക്കിഡ് റോസ് എന്ന് പേര് വന്നത്. മാത്രമല്ല ഈ ഒരു ചെടിയിൽ ഒട്ടും തന്നെ മുള്ളുകളില്ല. നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഓർക്കിഡ് പോലെ തന്നെ നീളത്തിലുള്ള പൂങ്കുലകളാണ്, നിറയെ പൂക്കൾ ഉണ്ടാവും. പൂക്കളുടെ ഭാര കൂടുതൽ കൊണ്ട് പൂങ്കുലകൾ ചാഞ്ഞു പോകാറുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുക്കണം, എന്നാൽ മാത്രമാണ് അത് നല്ല ഭംഗിയിൽ നിൽക്കുക. നിറയെ റോസാപ്പൂക്കൾ കാണാൻ ഇഷ്ടമുള്ള എന്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിക്കൊണ്ട് വെച്ചത് വല്ലപ്പോഴും കുറച്ച് വളം കൊടുത്തുകൊണ്ടോ നമ്മുടെ റോസാ ചെടികൾ വളരുകയോ നല്ല രീതിയിൽ പൂക്കുകയോ ചെയ്യില്ല. നമ്മൾ കൃത്യമായി അതിന് കെയർ കൊടുക്കണം. ഒന്നാമത്തെ കാര്യം നല്ല വെയിലത്ത് വളർത്തുക. രണ്ടാമത്തെ കാര്യം നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഫെർട്ടിലൈസ് ചെയ്യുക. റോസ് മിക്സ്, DAP പോലെയുള്ള വളങ്ങൾ കൊടുക്കാം, ഫാക്ടം ഫോസ് കൊടുക്കാം. അതും അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും കൊടുക്കാം. ഇനി പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്രയൊക്കെ വളം കൊടുത്തിട്ടും കാര്യമില്ല, നമ്മുടെ ചെടികളിൽ കീടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരില്ല. അതിന്റെ ഇലകളെല്ലാം മുരടിച്ചു പോകും. വരുന്ന പുതിയ മുട്ടുകളെല്ലാം കരിഞ്ഞ പോലെ ആവുക. ഇതെല്ലാം തന്നെ ചെറിയൊരു പ്രാണിയുടെ ശല്യം കൊണ്ടാണ്. അതിന് നമ്മൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഓർഗാനിക് ആയിട്ടുള്ളതോ കെമിക്കൽ ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ് നമുക്ക് യൂസ് ചെയ്യാം. കെമിക്കൽ നമുക്ക് എപ്പോഴും പ്രാക്ടിക്കൽ അല്ല. നല്ലപോലെ കീടശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കെമിക്കൽ യൂസ് ചെയ്യാം. പിന്നീട് കീടശല്യം വരാതിരിക്കാനായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ നല്ലൊരു ഓർഗാനിക് പെസ്റ്റിസൈഡ് നമ്മൾ ചെടിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ചെടിയായിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.